യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. സ്വഭാവത്താലെ പ്രേക്ഷിതയായ സഭയുടെ പ്രഥമ ദൗത്യം സുവിശേഷ പ്രഘോഷണമാണ്. സഭ ആ ദൗത്യം നിറവേറ്റുന്നത് സഭാമക്കളായ നാം ഓരോരുത്തരിലൂടെയുമാണ്. ഈ ദൗത്യബോധം തന്നിൽ ശക്തമായപ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, അത് എൻ്റെ കടമയാണ്. എന്നാൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം. സഭയുടെ ഈ ദൗത്യത്തിൽ നിലനിന്നുകൊണ്ട് ഒരു വചനാധിഷ്ഠിത ജീവിതം നയിക്കുവാൻ സഭാമക്കളായ നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു. ഈ ദൗത്യബോധത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്കായി സന്ദേശം നൽകുന്നത് കാരീസ് ഭവനിലെ കുര്യൻ കാരിക്കലച്ചനാണ്. ഒരു വ്യക്തിയുടെ ജീവിതസാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. എൻ്റെ പേര് ബീന എന്നാണ്. എനിക്ക് ഒത്തിരി കടബാധ്യതയുണ്ടായിരുന്നു. എൻ്റെ ആക്സിഡൻറ്റും പപ്പായുടെ ബിസിനസ് തകർച്ചയൊക്കെ മൂലം ഒത്തിരി കടബാധ്യതയുണ്ടായിരുന്നു. ഞാൻ അനീഷച്ചനെ വന്ന് കണ്ടു. അത് കഴിഞ്ഞ് എനിക്ക് KSFയിൽ ഒരു ചിട്ടി ഉണ്ടായിരുന്നു, ഒരു വലിയ ചിട്ടിയായിരുന്നു. പക്ഷേ അതൊരു 7 വർഷം ഞാൻ ആ ചിട്ടിയുടെ പൈസ മൊത്തം അടച്ച് എല്ലാ മാസവും പോയി കുറിയിടാൻ നേരത്തും ചിട്ടി പിടിക്കാൻ നേരത്തും ഒക്കെ പോകുമായിരുന്നു. പക്ഷേ 7 വർഷമായിട്ടും ഒരിക്കൽ പോലും കുറിയിടുകയോ ലേലം പിടിക്കാനോ പറ്റിയില്ല. പിന്നെ എനിക്ക് നിരാശയായിട്ട് ഞാൻ പിന്നെ ആ പൈസ അടയ്ക്കാതെ അങ്ങനെ കുറേ നാൾ കിടന്നു. അങ്ങനെ കിടന്ന് അത് 2-3 ലക്ഷം രൂപയ്ക്ക് മേളിലായപ്പോൾ അവർ വിളിച്ചേച്ച് എന്നോട് പറഞ്ഞു, ഇതിപ്പോൾ ഒത്തിരി രൂപയായി കിടക്കുകയാണ്, ഇതിന് കുടിശ്ശിക നിവാരണ മാസമാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ പൈസ അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുടിശ്ശിക ഞങ്ങൾ കുറച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല ഇത്രയും ലക്ഷങ്ങൾ അടയ്ക്കാനായിട്ട്. ഇനിയും പോട്ടെ, എനിക്കിപ്പോൾ ഏതായാലും പറ്റുകയല്ല. നേരം ഞാൻ പിന്നെ ഇട്ടു. വീണ്ടും അവരൊരു പ്രാവശ്യം കൂടെ വിളിച്ചു, ഇത് ലാസ്റ്റത്തെ ചാൻസാണ്, ഈ മാസം കൂടെ ഉള്ളൂ, നിങ്ങൾ വന്ന് അടയ്ക്കാമെങ്കിൽ എങ്ങനെയെങ്കിലും അടയ്ക്കാമെങ്കിൽ കുറച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ്. അച്ഛനോടത് പ്രാർത്ഥിച്ച് ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേനും എൻ്റെ ഒരു ബന്ധു വെളിയിലായിരുന്നു, അവന് ജോലി. ഒരാഴ്ചത്തെ അവധിക്ക് അവന് വീടിന് തറക്കല്ലിടാൻ വന്നു. അപ്പം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ വന്നപ്പം മനസ്സിലൊന്ന് ചോദിക്കാമെന്ന് കരുതി. അപ്പം എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കിട്ടാനൊരു ചാൻസും ഇല്ല. പിന്നെ ഞാൻ ഓർത്ത് ദൈവമേ ഒന്ന് പ്രാർത്ഥിച്ച് ചോദിക്കുക. അങ്ങനെ വന്നപ്പോൾ ഞാനൊരു ദിവസം ചെന്ന് അവരുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, ഇങ്ങനെ പോലെ ഒരു കാര്യമുണ്ട്, എനിക്കിതുപോലെ കുടിശ്ശിയുണ്ട്, കുറച്ച് പൈസ ഇങ്ങനത്തെ. ഇപ്പം ഇത്രയും ലക്ഷം എന്ന് കേട്ടപ്പോഴത്തേന് പെട്ടെന്ന് അയ്യോ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്താണെന്ന് അറിയത്തില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, ശരി ഞാൻ തരാമെന്ന് പറഞ്ഞു. ഞാൻ എന്താണ് പറഞ്ഞു, എനിക്കങ്ങ് വിശ്വസിക്കാനും കൂടെ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞു, എന്നാൽ ഇന്ന് തന്നെ എല്ലാം റെഡി ആയിക്കോ, ഞാൻ ബാങ്കിൽ വന്ന് പൈസ എടുത്ത് ഞാൻ അതുകൊണ്ട് അടച്ച് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ ഓടി നടന്നു. അവൻ പൈസ കൊണ്ടുവന്ന് അടച്ചു. ഞാൻ അതിൻ്റെ കുടിശ്ശിക എല്ലാം തീർത്തടച്ചു. അന്നേരം അവർ പറഞ്ഞ് ഇനി വന്ന് കുറിക്ക് ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റത്തെ മാസം ഞാൻ വന്ന് കുറിക്കിരുന്നു. മാതാവിൻ്റെ ഒരു കാശുരൂപം പിടിച്ചു ഞാൻ അവിടെ കുറിക്കിരുന്ന്. അത്ഭുതകരമായിട്ട് എനിക്ക് ആ ചിട്ടി അന്നേരം തന്നെ വീണ് എനിക്കത് പിടിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു.
പ്രൈസ് ലോർഡ്. ക്ഷേമ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ വചന വിരുന്നിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം സ്വന്തമായവ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ കർത്താവ് നമ്മെ സ്വന്തമാക്കും എന്ന ആ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഇത് ദൈവവചനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദേശമാണ്. യഥാർത്ഥത്തിൽ നമുക്ക് സ്വന്തമെന്ന് പറയാൻ നന്മയായിട്ടുള്ളതില്ല. നന്മയായിട്ടുള്ളതെല്ലാം ദൈവത്തിൻ്റെ സഹായത്താൽ, ദൈവാനുഗ്രഹത്താൽ നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമുക്ക് സ്വന്തമെന്ന് പറയാവുന്ന ചില കാര്യങ്ങളുണ്ട്. അവ വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവം നമ്മളെ സ്വന്തമാക്കുന്ന വലിയ അനുഭവമുണ്ടാകും. ഇതിന് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കർത്താവിനെ സ്വന്തമാക്കാനുള്ള ബ്രഹ്മാണ്ഡം പരിപാടി നിർത്തിയിട്ട് ദൈവം എന്നെ സ്വന്തമാക്കട്ടെ എന്ന് പറഞ്ഞ് എളിമയോടെ ദൈവത്തിന് നമ്മളെ വിട്ടുകൊടുക്കാൻ സാധിച്ചാൽ ഈ ഒരു കാര്യം സാധ്യമാകും. ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം, എൻ്റെ പരിശ്രമം കൊണ്ട്, എൻ്റെ ഉപവാസം കൊണ്ട്, എൻ്റെ വലിയ വലിയ പ്രവൃത്തികൾ കൊണ്ട് എനിക്ക് ദൈവത്തെ സ്വന്തമാക്കാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വചനമെടുത്താൽ അവിടെ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്: നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, രക്ഷയെക്കുറിച്ച് പോലും ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എഫേസസ്സുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വചനമെടുത്താൽ, രക്ഷ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന കാര്യമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദാനം, ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ ദയ, അതിലൂടെയാണ് ഈ രക്ഷ നമുക്ക് ലഭിക്കുന്നത് എന്ന്. അങ്ങനെയെങ്കിൽ ദൈവത്തെ സ്വന്തമാക്കുന്നത് നമ്മുടെ വലിയൊരു പ്രവൃത്തിയുടെ ഫലമായിട്ട് നമ്മൾ കാണുന്നതിനേക്കാൾ ദൈവം എന്നെ സ്വന്തമാക്കിയാൽ ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകും. ആ ബോധ്യത്തോടെ, അതിനാവശ്യമായ മനോഭാവത്തോടെ, അതിനാവശ്യമായ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ചെയ്ത് തമ്പുരാന്റെ മുമ്പിൽ എളിമയോടെ നിന്നാൽ തക്ക സമയത്ത് അവിടുന്ന് നമ്മെ ഉയർത്തിക്കൊള്ളും. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമുക്ക് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നേടാവുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യം, നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കിട്ടാവുന്ന പരമോന്നതമായൊരു സൗഭാഗ്യം, എനിക്ക് തോന്നുന്നത് യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 1-2 വചനങ്ങൾ നമ്മുടെ കാതിലൊന്ന് കേൾക്കാൻ സാധിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ കാതിൽ ഈ സ്വരം ഒന്ന് കേൾക്കാൻ പറ്റിയാൽ രക്ഷപ്പെട്ടു. അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അത് സംഭവിച്ചാൽ വൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറും. അതിന് നിരവധി വ്യക്തികൾ ദൈവവചനത്തിൽ സാക്ഷികളാണ്. എന്താണ് യെശയ്യാ 43, 1-2 വചനങ്ങൾ? ദൈവം പറഞ്ഞിരിക്കുന്നൊരു കാര്യം: നീ എൻ്റേതാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഈ 2 കാര്യങ്ങൾ വളരെ വളരെ അർത്ഥമുള്ള കാര്യങ്ങളാണ്, ആഴമായ കാര്യങ്ങൾ. ദൈവം പറഞ്ഞിരിക്കുന്നൊരു കാര്യം, നീ എൻ്റേതാണ്. അതോടൊപ്പം പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ട വ്യക്തികളെ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെയൊക്കെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളുണ്ടായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ വായിക്കുമ്പോൾ നിരവധി സംഭവങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നൊരു 6-7 കാര്യങ്ങൾ, വചനഭാഗങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മളൊന്ന് ഏറ്റെടുക്കുന്നത് വളരെ നല്ലതാണ്.
ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അബ്രാഹം. അബ്രാഹം ദൈവത്തിൻ്റെ സ്വരം കേട്ടു. നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വചനം വായിക്കുമ്പോൾ, ഉൽപ്പത്തി 18-ന്റെ 1 മുതൽ അവിടെ നമ്മൾ കാണുന്നത് അബ്രാഹം ദൈവത്തെ കാണുന്നു, അബ്രാഹം ദൈവത്തെ കേൾക്കുന്നു, അബ്രാഹം ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നു, അബ്രാഹം ദൈവത്തിൽ നിന്ന് വാഗ്ദാനം സ്വീകരിക്കുന്നു. അങ്ങനെ ദൈവത്തെ കണ്ടവനും കേട്ടവനും അനുഭവിച്ചവനും ദൈവത്തിൻ്റെ സ്വന്തമായി തീർന്നവനുമായ അബ്രാം. ഉൽപ്പത്തി 18-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഈ അബ്രാഹത്തെക്കുറിച്ചാണ്. എന്നിട്ട് നമ്മൾ കാണുന്നുണ്ട് അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ നിരവധി പ്രയാസങ്ങളുണ്ടായി, പ്രതിസന്ധികളുണ്ടായി, നഷ്ടങ്ങളുണ്ടായി. പക്ഷെ അവിടെയെല്ലാം അബ്രാഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചു. ദൈവത്തെ തൻ്റെ ഏറ്റവും വലിയ സമ്പത്തായി കാണാൻ സാധിച്ചു. കാരണം അബ്രാഹം ദൈവത്തെ കണ്ടു, അബ്രാഹം ദൈവത്തെ കേട്ടു, അബ്രാഹം ദൈവത്തെ അനുഭവിച്ചു, അബ്രാഹം ദൈവത്തിൻ്റെ സ്വന്തമായി മാറി. വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം മറ്റൊരു വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ആ വചനത്തിൽ. അത് യാക്കോബാണ്. യാക്കോബിനുണ്ടായ ഒരു ദർശനം. ആ ദർശനത്തിൽ ദൈവം യാക്കോബിനോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: നിൻ്റെ ജീവിത അവസാനം വരെ ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും, നിന്നെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, നിന്നെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇത് യാക്കോബിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച സംഭവമാണ്. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ യാക്കോബ് കടന്നു പോയപ്പോഴും അവനെ ദൈവത്തോട് ചേർത്ത് പിടിച്ചത് ഈ അനുഭവം. ദൈവത്തെ കണ്ടതും ദൈവത്തെ കേട്ടതും ദൈവത്തിൻ്റെ സ്വന്തമായി തീർന്നതുമായ യാക്കോബിൻ്റെ അനുഭവം. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ മോശയുടെ ദൈവാനുഭവം. 3-ാം അധ്യായം, പുറപ്പാട് 3-ാം അധ്യായം 12-ാമത്തെ വചനം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട് മോശയോട് ദൈവം പറയുന്നൊരു കാര്യം: ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. വീണ്ടും നമ്മൾ കാണാൻ സാധിക്കും പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം, 4-ാം അധ്യായം, 34-ാം അധ്യായം. ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ്: മോശ ദൈവത്തെ കണ്ടു, മോശ ദൈവത്തെ കേട്ടു, മോശ ദൈവത്തിൻ്റെ സ്വന്തമായിരുന്നു. ആകയാൽ നമ്മൾ കാണുന്നുണ്ട് മോശയുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ കുമിഞ്ഞുകൂടി. പക്ഷേ മോശ നഷ്ടധൈര്യനായില്ല. മോശയുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ, സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും മോശയ്ക്ക് ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ കാരണം ഇതാണ്: മോശ ദൈവത്തെ കണ്ടവനാണ്, മോശ ദൈവത്തെ കേട്ടവനാണ്, മോശ ദൈവത്തിൻ്റെ സ്വന്തമായി തീർന്നവനാണ്. അതുകൊണ്ടാണ് ഇക്കാര്യങ്ങളെല്ലാം മോശയുടെ ജീവിതത്തിൽ മോശയ്ക്ക് ചെയ്യാൻ സാധിച്ചത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ജോഷുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 10-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വചനഭാഗം. ജോഷുവ 10-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വചനഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് ദൈവം ജോഷുവയ്ക്ക് ധൈര്യം പകർന്നു കൊടുക്കുന്നതാണ്. നീ നിൻ്റെ ശത്രുക്കളെ കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല, കാരണം അവരെ ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട കാര്യമില്ല, ധൈര്യമായിട്ടും നീ യുദ്ധം ചെയ്യുക, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ കാണുന്നുണ്ട് ഈ സ്വരം ശ്രവിച്ച, ഈ വാഗ്ദാനം ലഭിച്ച ജോഷുവയ്ക്ക് മിന്നലാക്രമണം നടത്താൻ പറ്റി. അവൻ്റെ ആക്രമണം കണ്ട് ഭയപ്പെട്ട് ശത്രുക്കൾ ഓടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓടി രക്ഷപ്പെട്ടവരെ കർത്താവ് കൺമഴ പെയ്യിച്ച് നിഗ്രഹിച്ചതായിട്ടും ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കാണാൻ, ദൈവത്തെ കേൾക്കാൻ, ദൈവത്തിൻ്റെ സ്വന്തമാകാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ വൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതിന് തെളിവുകളാണിതൊക്കെ. വീണ്ടും ഏതാനും വചനങ്ങൾ കൂടി. 1 സാമുവേൽ 18-14, 2 സാമുവേൽ 8-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനവും
നമ്മൾ കാണുന്നുണ്ട് ദാവീദിൻ്റെ വിജയ രഹസ്യം എന്തായിരുന്നു. ദാവീദ് പലയിടത്തും പോയി, ദാവീദ് പല കാര്യങ്ങളും ചെയ്തു, അവിടെയെല്ലാം അവന് വിജയം വരിക്കാൻ സാധിച്ചു. അതിൻ്റെ കാരണം എന്താണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവൻ്റെ കൂടെ പോയി. ദാവീദിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും അവൻ വിജയം വരിച്ചു. നമ്മുടേതായിട്ടുള്ളതെല്ലാം ദൈവത്തിനങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മളെ സ്വന്തമാക്കി വൻ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ആ കാര്യങ്ങളാണ്, ആ ബോധ്യങ്ങളാണ് ഇവിടെ എല്ലാം നമുക്ക് ലഭിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ജെറമിയയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വചനം. ജെറമിയ 1:17 വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്നത് കേവലം ബാലനായ ജെറമിയ. അവനോട് ദൈവം പറഞ്ഞ ഒരു കാര്യം, നീ ഇവരെ ആരെയും കണ്ട് ഭയപ്പെടേണ്ട, കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടാതിരിക്കാനുള്ള കാരണം ദൈവം പറഞ്ഞു കൊടുത്തു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടാതിരുന്നാൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പകരം നീ ഭയപ്പെടുകയാണെങ്കിൽ നിന്നെ ഞാൻ പരിഭ്രാന്തനാക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഭയപ്പെടേണ്ട ഏക കാര്യം ഭയപ്പെടുക എന്നുള്ളതാണ്. ഭയപ്പെടാനാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അതില്ല എങ്കിൽ കർത്താവ് പറയാണ്, ഞാൻ നിന്നോട് കൂടെ നിൽക്കും, ഞാൻ നിന്നെ വിജയിപ്പിക്കും എന്നുള്ളത്. ഒരു വചനഭാഗം കൂടി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 14-15 വചനങ്ങളെടുത്താൽ ഗിദെയോനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ഗിദെയോനെതിരെ, ഇസ്രായേലിനെതിരെ ശത്രുക്കൾ വന്നപ്പോൾ ഗിദെയോൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞൊരു കാര്യം, ദൈവമേ, ഞങ്ങളുടെ ഗോത്രം എന്ന് പറയുന്നത് ഏറ്റവും ശക്തി കുറഞ്ഞ ഗോത്രമാണ്. ശക്തി കുറഞ്ഞ ഗോത്രം. ഞങ്ങൾക്കെതിരെ ഇത്രമാത്രം ശത്രുക്കൾ വരുമ്പോൾ ഞങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ദൈവത്തോട് പ്രാർത്ഥിച്ച് ഗിദെയോന് ദൈവം കൊടുത്ത മറുപടി, നീ ഭയപ്പെടേണ്ട, കാരണം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നിൻ്റെ ശത്രുക്കളെ ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും. അങ്ങനെ അവരെ ശക്തിപ്പെടുത്തി അയക്കുന്നത് കാണാൻ സാധിക്കും. അതും നിങ്ങളിൽ ഒത്തിരി പേരൊന്നും വേണ്ട, 32,000 പേരുണ്ടായിരുന്നിട്ട് വെറും 300 പേരെ കൊണ്ടുപോയി, നീ യുദ്ധം ചെയ്യുക, ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് വിജയം നൽകും എന്നുള്ളത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗങ്ങളെല്ലാം ഒന്ന് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ ദൈവത്തിന് വിട്ടുകൊടുത്ത് ദൈവത്തെ ഒന്ന് കാണാൻ, ദൈവത്തെ ഒന്ന് കേൾക്കാൻ, ദൈവത്തിൻ്റെ സ്വന്തമാകാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ വൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും, നമ്മളിലൂടെ മറ്റു പലരുടെയും ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ള ആ ഒരു സന്ദേശം. ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ പെട്ടെന്ന് നമ്മളൊന്ന് കടന്നു പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ എന്നിൽ കുറയുമ്പോൾ കർത്താവ് എന്നിൽ വളരും. ഞാൻ എന്നിൽ ഇല്ലാതാകുമ്പോൾ കർത്താവ് എന്നിൽ പൂർണ്ണത പ്രാപിക്കും. ഇതാണ് ഈ വചനഭാഗത്തിൻ്റെ സന്ദേശം. കാണാൻ സാധിക്കും 2-3 വചനങ്ങൾ കാണുകയാണെങ്കിൽ അതിൻ്റെ കാതലായ സന്ദേശം ഇതാണെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യോഹന്നാൻ്റെ സുവിശേഷം 3:30 സ്നാപക യോഹന്നാൻ പറഞ്ഞത്, ഞാൻ കുറയണം, അവൻ വളരണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഗലാത്യർ 2:20, ഞാനില്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഫിലിപ്പിയർ 1-ാം അധ്യായം 29-ാമത്തെ വചനം വായിച്ചാൽ, ജീവിച്ചിരുന്നാലും മരിച്ചാലും ഞാൻ ക്രിസ്തുവിന് വേണ്ടിയുള്ള വ്യക്തിയായിരിക്കും. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? ഞാൻ ഇല്ലാതാകുമ്പോൾ യേശു ക്രിസ്തു എന്നിൽ പൂർണ്ണത പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രക്രിയ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചുയർത്തുന്ന, ദൈവം നമ്മളെ സ്വന്തമാക്കി നമ്മളിൽ വൻ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കണ്ട് ആനന്ദിക്കുവാൻ സാധിക്കും. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ചില വിരോധാഭാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വിരോധാഭാസമെന്ന് നമുക്ക് തോന്നിയേക്കാം, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ എടുത്തു കാണിക്കുന്ന സംഭവങ്ങളാണ്. സഭാപ്രസംഗൻ്റെ പുസ്തകം
9-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വചനം വായിച്ചാൽ, സഭാപ്രസംഗൻ 9-ാം അധ്യായത്തിൻ്റെ 11 മുതൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു 5 കാര്യങ്ങൾ വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നിയേക്കാം, അല്ലെങ്കിൽ അസാധാരണമായ കാര്യങ്ങൾ, സാധാരണ സംഭവിക്കാത്ത കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, സഭാപ്രസംഗൻ 9:11 മുതൽ, ഒന്നാമത്തെ കാര്യം, ഓട്ടത്തിൽ ജയിച്ചത് വേഗതയുള്ളവനല്ല. സാധാരണ ഓട്ടത്തിൽ ജയിക്കാറുള്ളത് വേഗതയുള്ളവനാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഓട്ടത്തിൽ ജയിച്ചത് വേഗതയുള്ളവനല്ല. രണ്ടാമത്തെ കാര്യം, യുദ്ധത്തിൽ ജയിച്ചത് ശക്തരല്ല. ബൈബിളിൽ ഇഷ്ടംപോലെ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ശക്തന്മാർ വന്നപ്പോൾ അശക്തരെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചു, കർത്താവ് അവരുടെ കൂടെ നിന്നു. അതുകൊണ്ട് അശക്തരായവർ ശക്തന്മാരുടെ മേൽ വിജയം വരിച്ചു. മൂന്നാമത്തെ കാര്യം, ധനം ലഭിച്ചത് ബുദ്ധിമാനല്ല. സാധാരണ ബുദ്ധിമാന്മാർ കൂടുതൽ അവരുടെ ബുദ്ധി കൊണ്ട് ധനം സമ്പാദിക്കാറുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ധനം സമ്പാദിച്ചത് ബുദ്ധിമാനല്ല. നാലാമത്തെ കാര്യം, അനുഗ്രഹം ലഭിച്ചത് സമർത്ഥനല്ല. പലപ്പോഴും സാമർഥ്യമുള്ളവരാണ് അനുഗ്രഹങ്ങൾ പിടിച്ചു വാങ്ങാറുള്ളത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അനുഗ്രഹം പ്രാപിച്ചത് സമർത്ഥനല്ല. അഞ്ചാമത്തെ കാര്യം, അപ്പം ലഭിച്ചത് ജ്ഞാനിക്കല്ല. ഇതിനെല്ലാം കാതലായൊരു സന്ദേശം. ഇതറിയണമെങ്കിൽ നിങ്ങൾ 1 കൊറിന്തോസ് 1-ാം അധ്യായം 27 മുതൽ 29 വരെ എടുത്താൽ കാണാൻ സാധിക്കും. ജ്ഞാനികളായിട്ടുള്ളവരെ ലജ്ജിപ്പിക്കാൻ കർത്താവ് ഭോഷന്മാരെ തിരഞ്ഞെടുത്തു. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇത് കർത്താവ് ചെയ്തത് അവരാരും ദൈവസന്നിധിയിൽ അഹങ്കരിക്കാതിരിക്കേണ്ടതിനാണ്. ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി നമ്മൾ പെട്ടെന്ന് കണ്ടുകൊണ്ട് ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഞാൻ ഇല്ലാതാകണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ വചനത്തിൽ പകൽ പോലെ വ്യക്തമാണ്. ഞാനില്ലാതായി ദൈവം എന്നെ സ്വന്തമാക്കാൻ വിട്ടുകൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ വളരുന്നതും എന്നിലൂടെ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നതും. അതിന് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ്, ഞാൻ അന്വേഷിക്കുന്നത് എൻ്റെ മഹത്വമാകരുത്. യോഹന്നാന്റെ സുവിശേഷം 8:50 പറഞ്ഞിരിക്കുന്നതാണ്. കർത്താവ് പറയാണ്, ഞാനൊരിക്കലും എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല. ഞാൻ സ്വന്തമായി സംസാരിക്കുമ്പോൾ എൻ്റെ മഹത്വമാണ് അന്വേഷിക്കുന്നത് എന്ന് 7-ാം അധ്യായത്തിലൂടെ അതിൻ്റെ 18-ാമത്തെ വചനം വായിച്ചു കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, ഞാൻ തൂങ്ങിക്കിടക്കേണ്ടത് എൻ്റെ ശരിയിലല്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ശരിയായിരിക്കണമെന്നില്ല. നമ്മൾ കാണുന്നുണ്ട് സുഭാഷിതങ്ങൾ 14:12 വചനം, നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ചിലപ്പോൾ നിന്നെ മരണത്തിലേക്കായിരിക്കും നയിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, ഞാൻ എൻ്റെ പദ്ധതിയിലല്ല കടിച്ചു തൂങ്ങിക്കിടക്കേണ്ടത്, കർത്താവിൻ്റെ പദ്ധതിക്ക് എന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാകണം. ജെറമിയ 29:11 മുതൽ വായിക്കുമ്പോൾ നിന്നെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ പദ്ധതി, അതാണ് നമുക്ക് ഏറ്റവും നന്മയായിട്ടുള്ളത്. അവസാനമായിട്ട് ഞാൻ എപ്പോഴും നിറവേറ്റേണ്ടത് എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം. ലൂക്ക 1:38 വായിച്ചാൽ മറിയം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി. ലൂക്ക 22:42 വായിച്ചാൽ യേശു പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി. ഈ ഒരു മനോഭാവത്തിലേക്ക് വരാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാകും. നമ്മുടെ ജീവിതത്തിലൂടെ മറ്റനേകർ അനുഗ്രഹിക്കപ്പെടും. ഈ വലിയ കൃപയ്ക്കായി നമുക്കിപ്പോൾ വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുന്ന സമയം നമ്മൾ കണ്ടു, ഞാൻ എൻ്റെ സ്വന്തമായവ ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം എന്നെ സ്വന്തമാക്കും. അവിടെയാണ് നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാകുക. ദിവ്യകാരുണ്യനാഥൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മളെ ഓരോരുത്തരെയും തൻ്റെ സ്വന്തമാക്കാൻ.
ദൈവത്തിന് നമ്മൾ ഓരോരുത്തരും വളരെ വളരെ പ്രിയപ്പെട്ടവരാണ്. അപ്പം അതുകൊണ്ട് നമ്മളെ സ്വന്തമായി കാണുന്ന ദൈവം നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാകാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ഈശോയിലേക്ക് നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് ഈ ആരാധനയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഏറ്റെടുക്കേണ്ട ഒരു മനോഭാവമുണ്ട്. അത് നമ്മെ വലിയവരാക്കും. ഞാനല്ല, ഞാനില്ല മനോഭാവം. പൗലോസ്ലിയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, സ്നാപക യോഹന്നാൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ എല്ലാം നമ്മൾ കാണുന്നൊരു മനോഭാവമാണ് ഞാനല്ല, ഞാനില്ല എന്ന മനോഭാവം. ഇതിലേക്ക് നമ്മൾ ഉയർത്തപ്പെട്ടാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നമ്മൾ മുഖാന്തരം മറ്റനേകർ അനുഗ്രഹിക്കപ്പെടുന്ന അനുഭവമുണ്ടാവും. അതിലേക്ക് നമ്മെ നയിക്കുവാൻ ഒരുമിച്ച് കൂട്ടിയ കർത്താവിനെ നമുക്ക് അല്പസമയം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് വലിയവനാണ്. ഞങ്ങളെ ഓരോരുത്തരെയും വലിയവരാക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്. ഇതാ കർത്താവേ, അവിടുത്തെ ചുറ്റും ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അഭിലാഷങ്ങളും അവിടുത്തെ പക്കലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മഹത്വമാണ് ഞങ്ങൾ എപ്പോഴും അന്വേഷിക്കേണ്ടത്. യേശുവേ, പിതാവിൻ്റെ മഹത്വം എപ്പോഴും അന്വേഷിച്ച അങ്ങയെപ്പോലെ ഞങ്ങളും അങ്ങയുടെ മഹത്വം അന്വേഷിക്കുവാൻ, സ്വന്തം മഹത്വമല്ല അങ്ങയുടെ മഹത്വം അന്വേഷിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, കൈകൾ കൂപ്പാം. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കാം. നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കാവുന്ന രണ്ട് വിഗ്രഹങ്ങളാണ്. ഒന്ന് മനുഷ്യപ്രീതി, രണ്ടാമത്തേത് സ്വന്തം മഹത്വം. ഈ രണ്ട് വിഗ്രഹങ്ങളെ നമ്മൾ ഇടിച്ച് തകർക്കണം. അപ്പോഴാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത്. നമ്മൾ കണ്ടു യോഹന്നാൻ 8:17, സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വമാണ് നോക്കുന്നത്. കർത്താവ് ഒരിക്കലും അങ്ങനെ സംസാരിച്ചില്ല, സ്വന്തം മഹത്വം അന്വേഷിച്ചില്ല. അതേ മനോഭാവത്തിൽ മുമ്പോട്ട് പോകാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് ഉയർത്തുക. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ ഒരു സ്പർശനം നമുക്ക് ലഭിക്കുവാൻ, ഈശോ നൽകുന്നൊരു അഭിഷേകം ഏറ്റെടുക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കാരുണ്യവാനായ കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഈ സമൂഹത്തെ സമർപ്പിക്കുന്നു. കർത്താവേ, പല സ്ഥലങ്ങളിലിരുന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന മക്കൾ അവിടുത്തെ വചനം കേട്ടവരാണ്, വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ്, വചനം വിശ്വസിച്ച് കർത്താവേ ആ വചനത്തിൻ്റെ ശക്തിയാൽ സൗഖ്യം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന മക്കളാണ്. ഇവരുടെ ശിരസ് മുതൽ പാദം വരെ അവിടുത്തെ ശക്തി ഇപ്പോൾ ഒഴുക്കി ഇവർക്ക് സൗഖ്യം കൊടുക്കണമേ, ഇവർക്ക് വേണ്ട വിമോചനം നൽകണമേ. തിന്മയുടെ എല്ലാ കെട്ടുകളും അവിടുന്ന് അഴിച്ച് ഇവർക്ക് സ്വാതന്ത്ര്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും നിങ്ങളുടെ കുടുംബത്തിനും വിടുതലും വിശുദ്ധീകരണവും അഭിഷേകവും അനുഗ്രഹവും നൽകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കിപ്പോൾ ശിരസ് നമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം ഏറ്റെടുക്കാം. പരിശുദ്ധ പരമകാരുണ്യ